ഹലോ, ഞാൻ പ്രതാപൻ. മൈക്രോസോഫ്റ്റ് എക്സലിൽ ലാർജ് വോള്യൂം ഡേറ്റകൾ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മുടെ ആക്റ്റീവ് കോളം ഏതാണ്, അതേപോലെ തന്നെ ആക്റ്റീവായിട്ടുള്ള റോ ഏതാണെന്ന് കണ്ടുപിടിക്കുക ചില സമയങ്ങളിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മൾ കോളത്തിൻ്റെ ലേബലോ അല്ലെങ്കിൽ റോയുടെ നമ്പരെയോ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ കർസർ ഇരിക്കുന്ന സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്തു വരുന്ന റോയോ അല്ലെങ്കിൽ കോളം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാർഗ്ഗത്തിൽ കണ്ടീഷണൽ ഫോർമാറ്റിൻ്റെ സഹായത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ കുറേ വീഡിയോകളിൽ ഞാൻ കണ്ടീഷണൽ ഫോർമാറ്റിൻ്റെ സഹായത്തിലൂടെ മൈക്രോസോഫ്റ്റ് എക്സലിലെ പല പ്രവർത്തനങ്ങളും നമ്മൾക്ക് ഈസിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കണ്ടീഷണൽ ഫോർമാറ്റിൻ്റെ മറ്റൊരു ഉപയോഗമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോകൾ കാണുന്ന ആൾക്കാർ ദയവായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കാണപ്പെടുന്ന ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കിയിട്ടാൽ മതിയാകും. നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിൻ്റെ സഹായത്തിൽ എങ്ങനെയാണ് ആക്റ്റീവ് റോ അല്ലെങ്കിൽ കോളം ഏതാണെന്ന് നമുക്ക് എക്സലിലൂടെ നോക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കുറേ റോയും ഉണ്ട്, കുറേ കോളംസുമായിട്ട് പല കോളങ്ങളിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കൂടുതൽ വിവരങ്ങളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഷീറ്റിൽ നമ്മുടെ ആക്റ്റീവ് സെല്ല് ഏത് റോയിലാണ് ഏത് കോളത്തിലാണെന്ന് കണ്ടുപിടിക്കുക നമ്മൾക്ക് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് റോയാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, കോളമാണെങ്കിലും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ കണ്ടീഷണൽ ഫോർമാറ്റിൻ്റെ സഹായത്തിലൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് അത് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ എൻ്റയർ ഷീറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു കണ്ടീഷണൽ ഫോർമാറ്റിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഒരു ഷീറ്റിൽ നിരവധി റോയും കോളവും അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാനുവലി നമുക്കത് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾക്ക് വളരെ എളുപ്പമാർഗ്ഗം നമ്മുടെ ഫോർമുല ബാറിൻ്റെ തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ ഒരു കോളമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻ്റയർ ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ് നമുക്ക്. അതല്ല, നമുക്കൊരു സെലക്റ്റഡ് പോർഷനിലാണ് നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റ് അപ്ലൈ ചെയ്ത് ഈ പറയുന്ന ആക്റ്റീവ് സെല്ലിൻ്റെ റോയെയും കോളത്തെയും കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളത് അത്രയും ഏരിയ മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ പോർഷനിൽ മാത്രമേ കണ്ടീഷണൽ ഫോർമാറ്റ് അപ്ലൈ ആവത്തുള്ളൂ. അതല്ല എൻ്റയർ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന കമാൻഡിലേക്ക് പോകാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ എൻ്റയർ ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ പുതിയ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ പതിപ്പുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. നമ്മുടെ ടൂൾ ബാറിൽ തന്നെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ന്യൂ റൂൾ സെലക്ട് ചെയ്യുക. അതേസമയം നിങ്ങൾ പഴയ മൈക്രോസോഫ്റ്റ് എക്സൽ വെർഷനുകളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് മെനുവിൽ കണ്ടീഷണൽ ഫോർമാറ്റിൻ്റെ സഹായത്തിലൂടെയാണ് നിങ്ങൾ ആ കമാൻഡ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ കുറച്ചുകൂടെ വളരെ ഈസിയാണ്. നമ്മുടെ ടൂൾ ബാറിൽ തന്നെ കണ്ടീഷണൽ ഫോർമാറ്റ് ഉണ്ട്. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക, ന്യൂ റൂൾ. അതിനുശേഷം കിട്ടുന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് സ്റ്റൈൽ എന്ന് പറയുന്ന കോളത്തിൽ നിന്ന് നമ്മൾ ക്ലാസിക് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വീണ്ടും നമ്മുടെ ആ സ്ക്രീനിൻ്റെ ഷേപ്പെല്ലാം മാറുകയും പുതിയ അഡീഷണൽ ഓപ്ഷൻസുകൾ നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് തൊട്ടടുത്ത കോളത്തിൽ എഴുതിയിരിക്കുന്ന ഫോർമാറ്റ് ഒൺലി ടോപ്പ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നിന്ന് യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കോളം കൂടെ നമുക്കവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഫോർമുല എഴുതി കൊടുക്കേണ്ടത്. നമുക്ക് ആക്റ്റീവ് സെല്ല് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് റോയിലാണ് ഏത് കോളത്തിലാണ് എന്നുള്ളതിന് വേണ്ടുന്ന ഫോർമുല നമ്മൾ എഴുതി കൊടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കണ്ടീഷൻ ഫോർമാറ്റിലൂടെ ആക്റ്റീവ് സെല്ലിൻ്റെ റോയെയും കോളത്തിനെയും കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഫോർമുല എഴുതുകയാണ്. അതിനുവേണ്ടി
നമുക്ക് ഒരേ സമയം നമ്മൾ റോയെയും ആക്റ്റീവ് സെല്ലിൻ്റെ റോയെയും കോളത്തിനെയും ഒരേ ഒരു ഫോമുലയിലൂടെ തന്നെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അതല്ല റോ മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ റോ മാത്രമായിട്ട് എഴുതാം, കോളം മാത്രമാണെങ്കിൽ കോളം മാത്രം. ഇത് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ ഉപയോഗിച്ചാൽ മതിയാവും. ഒറ്റ ഒരു ഫോമുലയിൽ തന്നെ ഇത് രണ്ടും നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഈക്വൽ സിമ്പൽ ടൈപ്പ് ചെയ്യുക. ഓർ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആ ബ്രാക്കറ്റിനകത്ത് മറ്റൊരു ഫംഗ്ഷനൂടെ നമ്മൾ യൂസ് ചെയ്യുന്നു, സെൽ എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ കൂടി. അതിനകത്ത് നമ്മൾ ഡബിൾ കോട്ട്സിനകത്ത് നമുക്ക് ആക്റ്റീവ് സെല്ലിൻ്റെ റോയാണോ കോളമാണോ കണ്ടുപിടിക്കേണ്ടത്. റോയാണെങ്കിൽ ഡബിൾ കോട്ട്സിനകത്ത് റോ മെൻഷൻ ചെയ്യുക, കോളമാണെങ്കിൽ കോളം നമ്മൾ മെൻഷൻ ചെയ്യുക. COL എന്ന് മാത്രം മതി കോളത്തിന് വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ റോയാണ് ഞാനിവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. സെലക്ട് ചെയ്യുക, ആ റോ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് വീണ്ടും ഈക്വൽ സിമ്പൽ ഓപ്പൺ ചെയ്യുക. റോ എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷനെ കൂടെ നമ്മൾ വിളിക്കുകയാണ് ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. തുടക്കത്തിൽ നമ്മൾ ഓർ എന്ന് പറയുന്ന ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ബ്രാക്കറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ക്ലോസ് ചെയ്യണം. അതിനുശേഷം കോമ ഇട്ടിട്ട് കോളത്തിനെയും കൂടെ നമുക്ക് ഒരേ സമയം സെല്ലിൻ്റേത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വീണ്ടും ഇതേപോലെ തന്നെ ഓർ ഒഴിവാക്കുക, ഓർ ഇനിയും വേണ്ട, നമ്മളവിടെ കോമ ഇടുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സെൽ എന്ന് ടൈപ്പ് ചെയ്യാം. സെല്ലിനകത്ത് കോളത്തിന് വേണ്ടിയിട്ട് COL എന്ന് ഡബിൾ കോട്ട്സിൽ കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈക്വൽ സിമ്പലിൽ കോളത്തിൻ്റെയും ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് തരത്തിലുള്ള ഫോർമാറ്റാണോ സെറ്റ് ചെയ്യേണ്ടത് ആ ഫോർമാറ്റ് നമ്മളിവിടെ ഒന്നുകിൽ ആൾറെഡി നമ്മൾ പുതിയ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ വെർഷനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആൾറെഡി ഇവിടെ ഉണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കളറുകൾ പോയി ചൂസ് ചെയ്യുക. ഇപ്പോൾ എന്ത് കളറാണ്, ഇപ്പോൾ നമുക്കതിനകത്ത് റോയുടെ കളറ് ഫില്ല് ചെയ്യാനാണെങ്കിൽ ഫില്ലിന് ചെയ്യാനുള്ള ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോർമാറ്റായിരിക്കും ആ ആക്റ്റീവ് സെല്ലിൻ്റെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്ന കോളത്തിൻ്റെ കളർ എന്ന് പറയുന്നത്. ഇവിടെ ആൾറെഡി ഒരു കളർ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഓക്കെ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് സെല്ലിലാണോ നമ്മുടെ കർസർ ഡബിൾ ക്ലിക്ക് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനോ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഈ പറയുന്ന കളർ ചേഞ്ച് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.